ഇതാണ് ട്രെയിനിലെ എക്സ്പെൻസീവ് സീറ്റ്. ഇവിടെ നിങ്ങൾക്ക് സീറ്റിന് പകരം ഒരു പ്രൈവറ്റ് റൂം തന്നെ കിട്ടും. തലയണ, ബെഡ്ഷീറ്റ് ആൻഡ് സോ മെനി ഗുഡ് ഫീച്ചേഴ്സ്. ഇവിടുത്തെ ബാത്റൂം എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവലാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ അറ്റൻഡറെ കൂടെ കിട്ടുന്നതായിരിക്കും. ഞാൻ ഇന്ന് ഈ എക്സ്പെൻസീവ് സീറ്റും ഒരു സ്പെഷ്യൽ സീറ്റും ഉൾപ്പെടെ ട്രെയിനിലെ എല്ലാ കാറ്റഗറി സീറ്റ്സും എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ടിങ് ഫ്രം ജനറൽ കമ്പാർട്ട്മെന്റ്. ഈ ഒരു ജനറൽ കമ്പാർട്ട്മെന്റിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതിൽ കയറുമ്പോൾ മുതൽ തുടങ്ങുന്ന ഒന്നാണ്. അപ്പൊ പിന്നെ അത് കാണിച്ചു തരാണ്ട് ശരിയാവില്ലല്ലോ. ട്രെയിൻ വരെ എന്തായാലും 5 മിനിറ്റ് ഉണ്ട്. അതിനുള്ളിൽ ഞാൻ എന്തിനാ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പറഞ്ഞുതരാം. സി ഗൈസ്, ഐ ഹേറ്റ് ട്രെയിൻ ജേർണീസ്. എൻ്റെ അമ്മൻ്റെ വീട് എറണാകുളവും എൻ്റെ പപ്പൻ്റെ വീട് തലശ്ശേരിയാണ്. സോ എല്ലാ വെക്കേഷനും നമ്മൾ ഇവിടുന്ന് പെട്ടിയും കിടക്കി എടുത്തിട്ട് നേരെ എറണാകുളം പോകും. 6 മണിക്കൂർ ട്രെയിൻ ജേർണി. വെറുതെ ഇങ്ങനെ ബോറടിച്ച് കുത്തിയിരിക്കണം, അതും ഈ തിരക്കിൻ്റെ ഇടയിൽ. അതുകൊണ്ട് ഇപ്പോൾ ട്രെയിനിൽ നിന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഭ്രാന്താണ്. സോ എക്സ്പെൻസീവ് ആയ സീറ്റിൽ നിന്ന് ട്രാവൽ ചെയ്താലെങ്കിലും എനിക്ക് ട്രെയിൻ ജേർണിയോടുള്ള ഇഷ്ടക്കേട് മാറുമെന്ന് അറിയാനാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, കഥയെല്ലാം മതിയാക്കാം. ട്രെയിൻ വന്ന് ഇതാണ് ഞാൻ പറഞ്ഞ ഇതിൽ കയറാൻ തന്നെ ഒരു യുദ്ധമാണ്. ഓക്കെ, ഇത് ഞാൻ എല്ലാ സീറ്റും എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗൈസ്, ഇത് ജനറൽ ആയതുകൊണ്ട് ഇതിൽ സീറ്റില്ല. വലിയ അതിശയമൊന്നുമില്ല ഗൈസ്, നമ്മളപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഇപ്പം നമുക്ക് നിൽക്കാനേ പറ്റുന്നത്. യൂഷ്വലി നമുക്ക് കാല് കുത്താൻ പോലും പറ്റില്ല. ജനറലിൽ പിന്നെ എല്ലാവരും പോയിട്ടില്ലായിരിക്കൂലേ. ഇനി ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ ഇതാ കണ്ടോ. തിരക്ക് എന്ന് പറയുന്ന സംഭവം ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. സോ യൂഷ്വലി നിങ്ങൾ എന്തായാലും നിൽക്കേണ്ടി വരും. ഇനിയിപ്പോ ഭാഗ്യത്തിന് നിങ്ങൾക്ക് സീറ്റ് കിട്ടി തന്നെ വിചാരിക്കുക. 4 ആളിരിക്കേണ്ട സീറ്റിൽ 7-8 ആള് തിങ്ങി നിരങ്ങി ഇരിക്കേണ്ടി വരും. ഇഷ്ടംപോലെ ഫാൻ ഉണ്ടാവും, പക്ഷെ കാറ്റ് പ്രതീക്ഷിക്കണ്ട. പിന്നെ ബാത്റൂം ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടോ. ഇന്ന് വലിയ പ്രശ്നമൊന്നുമില്ല ഗൈസ്. യൂഷ്വലി ഇത് ഇങ്ങനെയൊന്നുമില്ല ഉണ്ടാവില്ല. എന്തോ നിങ്ങളെ ഭാഗ്യം. എന്നാ നമുക്ക് ഇപ്പുറത്ത് നോക്കാം. ഞാൻ പറഞ്ഞില്ല യൂഷ്വലി എന്തെങ്കിലും ഉണ്ടാവുന്ന. എന്തായാലും ഞാൻ കണ്ടില്ല. അത്രയ്ക്കേ ഉള്ളൂ ഗൈസ്. ഇതിൽ വലിയ വേറെ കാണിക്കാനൊന്നുമില്ല. എനിക്ക് ഇടക്കിടക്ക് പോയിട്ട് തന്നെ മതിയായി. ഇന്ന് ദിവസവും 3 അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മളെ ക്യാമറ വിക്കൽ ഇതിൽ ദിവസമാണ് ഇതിൽ കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്തായാലും മതിയായി ഗൈസ്. നമുക്ക് പെട്ടെന്ന് ഇറങ്ങിയിട്ട് അടുത്ത ലെവൽ ഓഫ് ട്രെയിൻ സീറ്റിലേക്ക് പോവാം. നമ്മളെ നെക്സ്റ്റ് ലെവൽ ഓഫ് ട്രെയിൻ സീറ്റ് സ്ലീപ്പർ. സ്ലീപ്പർ എന്ന് പറയുന്നത് തിരക്കില്ലാത്ത ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് രാത്രി അതിൽ നമുക്ക് കിടന്നുറങ്ങാനും വേണ്ടി പറ്റും. ഇതിൽ ഫുൾ ആൾക്കാരാണ് ഗൈസ്. ബാക്കിയുള്ളവരെ ഇടങ്ങാറാക്കിയിട്ട് വീഡിയോ എടുക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടി. നിങ്ങൾക്ക് അറിയാം, പിന്നെ എനിക്ക് മടിയുണ്ട് ബാക്കിയുള്ളവരെ വീഡിയോ എടുക്കാൻ. പക്ഷെ എന്നാലും ഞാൻ മര്യാദക്ക് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തന്നെയായിരിക്കും. ആദ്യം നമ്മളെ സീറ്റ് ഒപ്പി പിടിക്കട്ടെ. ഉള്ളിൽ ജനറൽ പോലെ തന്നെയാണെങ്കിലും കേറുമ്പോൾ തീരെ തിരക്കില്ല, ഒച്ചപ്പാടും ബഹളവും ഇല്ല. അത് തന്നെ എനിക്ക് വലിയൊരു ആശ്വാസമാണ്. ഐ വാസ് ഓൾറെഡി ലവിങ് സ്ലീപ്പർ. ഇതാണ് സ്ലീപ്പറിലെ നമ്മളെ സീറ്റ്. സൈഡ് സീറ്റ് തന്നെ കിട്ടീന്. നമ്മൾ സൂര്യക്കല്ല് ഉണ്ടാകുന്ന പോലെ അപ്പുറം ഒരു പെണ്ണും വന്നിരിക്കില്ല, അത് വിക്കാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ലീപ്പറിൽ മൊത്തം കാണിച്ചു എന്ന് പറഞ്ഞാൽ മൊത്തം കാണിച്ചു തന്നിരിക്കും. ഇത് വലിയ എങ്ങനെ കാണിക്കാനൊന്നുമില്ല, കുറെ പേര് കണ്ടിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഫാന്, ലൈറ്റ്, കണ്ണാടി, പ്ലഗ്, ചാർജർ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ആൻഡ് എന്താ ഞാൻ വിചാരിച്ചത് തിന്നുമ്പോൾ സാധനം വെക്കേണ്ടതാണ്, പക്ഷേ അതൊന്നുമല്ല. ജനറൽ സ്ലീപ്പർ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതാ പേര് പോലെ തന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, കിടക്കാൻ വേണ്ടിയിട്ടാണ് സ്ലീപ്പർ. അതിന് 3 സീറ്റ് ഉണ്ട്. അപ്പർ ബെർത്ത്, പിന്നെ ഇതാ ഈ ഒരു സാധനം നമുക്ക് ഇങ്ങനെ ആക്കി കുളത്തിട്ട് വെച്ചാൽ ഇതിലും കിടക്കാം. പിന്നെ താഴെ ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം. സ്ലീപ്പറിൽ റിസർവ് ചെയ്തിട്ടേ വരാൻ വേണ്ടി പറ്റുള്ളൂ ഗൈസ്. അതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് ദ റിയൽ ഗുഡ് തിങ്. സുഖമായിട്ട് കിടന്നുകൊണ്ടങ്ങ് പോവാ. ഇതാണ് ഏറ്റവും വലിയൊരു മെച്ചം കേട്ടോ ജനറലിന്. തിരക്കില്ലാണ്ട് പോകാൻ പറ്റുന്നത്. പക്ഷെ വൃത്തിയൊന്നും വെലിങ്ങനെ സ്ലീപ്പറിലില്ല. അതെല്ലാം ജനറൽ പോലെ തന്നെയാണ്. ഇനി നമുക്ക് സ്ലീപ്പറിലെ ബാത്റൂമിന്റെ അവസ്ഥ നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, ജനറലിനെ പോലെ തന്നെ വൃത്തിന്റെ കാര്യത്തിൽ ഇവിടെ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ല. പക്ഷെ സ്റ്റിൽ ഒരു ബെറ്റർ സിങ്ക് ഉണ്ടെങ്കിലും അതിൽ ആൾക്കാർ തിന്നതിൻ്റെ എല്ലാം ബാക്കിയുണ്ട്. പിന്നെ ഇവിടുത്തെ ഇതാണ് വേസ്റ്റ് ഉള്ള സാധനം. പക്ഷെ വേസ്റ്റ് മൊത്തം പോയത് ഇങ്ങോട്ടാ. ഇവിടെയാണ് വേസ്റ്റ് മൊത്തം ഉള്ളത്. ആരെല്ലാം കുറെ കപ്പലണ്ടി വന്നിരുന്നു. ഇനി ബാത്റൂം ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നത്. ഞാൻ പോകുന്നില്ല ഗൈസ്, നിങ്ങൾ മാത്രം കണ്ടോ. കയറി കാണിച്ചു കൊടുക്കണം. വലിയ വൃത്തിയൊന്നും ഇല്ലെങ്കിലും ഇറ്റ് വാസ് സ്റ്റിൽ ബെറ്റർ ദാൻ ജനറൽ കമ്പാർട്ട്മെന്റ് ബാത്റൂം. സ്ലീപ്പറിൽ വന്നിട്ട് സ്ലീപ്പ് ചെയ്യേണ്ട വന്നത് തീരെ ശരിയില്ല. ഇറ്റ്സ് ടൈം ടു സ്ലീപ്പ്. ആരും അടങ്ങാറില്ലാണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റി. കംഫർട്ടിന്റെ കാര്യത്തിൽ ഐ വാസ് ഓൾറെഡി സാറ്റിസ്ഫൈഡ്. പക്ഷെ ഇത് നമ്മുടെ 2ാമത്തെ ലെവല് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഐ കാൻ വെയിറ്റ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് പോവാം. കുറെ കാലമായിട്ട് ഞാൻ ട്രെയിനിൽ പോകുന്നുണ്ടെങ്കിലും ഇതുവരെ AC കമ്പാർട്ട്മെന്റിന് കാലുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടത് എനിക്കൊരു ഐഡിയ ഇല്ല. വാ, നമുക്ക് ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാം. ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റ്മെന്റിലാണ് AC കമ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ കയറിയത്. കയറിയപ്പോൾ തന്നെ കംപ്ലീറ്റ് ചേഞ്ച് ആയിരുന്നു. സീറ്റിന്റെ കവറും ഇന്റീരിയറും എല്ലാം ഇതുവരെയുള്ളതിനെക്കാട്ടിയും ഡിഫറെന്റ് ആണ്. AC കമ്പാർട്ട്മെന്റിൽ കയറുന്ന ആൾക്കാരുടെ കാര്യമാണെങ്കിൽ ഓരോ ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു. കാരണം ആരും ഒരു ഒച്ച പോലും ഉണ്ടാക്കുന്നുണ്ടായിട്ടില്ല. ഇറ്റ് വാസ് പിൻ ഡ്രോപ്പ് സൈലൻസ്.
എനിക്ക് ഇതെന്തെല്ലാരും മരിച്ച പോലെ ഇരിക്കുന്നത്. എനിക്ക് AC കമ്പാർട്ട്മെന്റ് പെരുമാറിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. AC കയറിയിട്ട് മിക്കവാറും പോലെ എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് തിരിയുന്നില്ല. പക്ഷെ സത്യം പറയാലോ, ഇത് AC ആയിട്ട് മൂടിയിട്ട പോലെയുള്ള വലിയ സുഖമൊന്നും ഇല്ല കേട്ടാ. AC കമ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ഒരു AC ഉണ്ട്, കൂടാണ്ട് നമുക്ക് ഫാനും ഉണ്ട്. പിന്നെ സ്ലീപ്പറിൽ ഉണ്ടാവുമല്ലേ സ്വിച്ചും ചാർജറും മിററും, അതൊക്കെ ഇവിടെയും ഉണ്ട്. സ്ലീപ്പറിലെ കാട്ടിയും എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഇവിടെ തലയാണിയും ബ്ലാങ്കറ്റും പുതപ്പും കിട്ടും. കൂടാണ്ട് പ്രൈവസിക്കായിട്ട് വിൻഡോയില് നമുക്കൊരു കർട്ടനും ഉണ്ട്. പക്ഷെ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു കമ്പാർട്ട്മെന്റിലെ വൈബ് ഭയങ്കര ഡാർക്ക് ആണ് ഗൈസ്. ആദ്യമായിട്ട് കേറുന്നോണ്ടാണോ എന്നറിയില്ല, ആ ഒരു മെറൂൺ സീറ്റ് കവറിലായിട്ട് എന്തോ മൂടി കിട്ടിയൊരു അവസ്ഥയാണ്. And I was really disappointed. ആദ്യമായിട്ട് AC വന്നപ്പോൾ എനിക്ക് കുറെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ട് എന്നല്ലാണ്ട് സ്ലീപ്പറിനെ കാട്ടി വലിയ മെച്ചമൊന്നുമില്ല. വൃത്തിയാണെങ്കിലും കംഫർട്ട് ആണെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഗൈസ്. ലേശെങ്കിലും ഇമ്പ്രൂവ്മെന്റ് AC ഉണ്ടെങ്കിൽ അത് ഒരു ബാത്റൂമിന്റെ സെക്ഷൻ ആണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള സിങ്കും കമ്പാരിറ്റീവ്ലി വൃത്തിയായിട്ടുള്ള ഒരു ടോയ്ലറ്റും AC കമ്പാർട്ട്മെന്റിലുണ്ട്. നമ്മൾ ശരിക്കും നെക്സ്റ്റ് ആയിട്ട് പോകേണ്ടത് സെക്കൻഡ് AC പക്ഷേ ഇതിൽ തന്നെ ഐ ആം ഡിസപ്പോയിന്റഡ്. സോ നമ്മൾ സെക്കൻഡ് AC പോകാണ്ട് അടുത്തത് ഒരു സ്പെഷ്യൽ സീറ്റിലേക്കാണ് പോകുന്നത്. ഹലോ ഫ്രോം വന്ദേ ഭാരത്. വെറുതെ അല്ല, ഇത് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ട്രെയിനാന്ന് പറയുന്നത്. പുറത്തുനിന്ന് കാണാൻ തന്നെ എന്ത് കിട്ടില്ലാന്നറിയാം. ഉള്ളത്തെ കാര്യം ഞാൻ പറയുന്നില്ല, കാണിച്ചുതരാം. ഓട്ടോമാറ്റിക് ഡോറും തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ഫ്ലൈറ്റിൽ കയറിയ പോലത്തെ ഫീലാണ്. രണ്ട് സൈഡിലും നീല കളറിൽ വരിവരിയായി നിരനിൽക്കുന്ന സീറ്റും ക്ലീൻ ഇന്റീരിയറും ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ഇറ്റ് വാസ് ജസ്റ്റ് ഓസം. ഇതുവരെ നമ്മൾ കണ്ട ട്രെയിനിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബാഗ് വെക്കുന്ന സ്ഥലവും ലിറ്ററലി ഫ്ലൈറ്റിലൊക്കെ ഉള്ളത് പോലെയാണ്. പ്ലെയിനിലെല്ലാം ഉള്ള പോലെ ഉണ്ടല്ലേ. പക്ഷേ സെറ്റപ്പ് കണ്ടിട്ട് അതുപോലെ തന്നെ ഉണ്ട്. ഓൾറെഡി വന്ദേ ഭാരതിന്റെ സെറ്റപ്പ് കണ്ടിട്ട് നമ്മൾ കിളി പോയി നിൽക്കുന്നതായിരുന്നു. പക്ഷെ ഇതുവരെ ഉള്ള ഒന്നുമല്ല, ഇതിന്റെ സീറ്റാണ് മെയിൻ. കിടിലം കുഷനും ക്ലീനുമായിട്ടുള്ള വെൽ മെയിൻറ്റൈൻഡ് സീറ്റ്. ഈ സീറ്റിൽ തന്നെ കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിന്റെ ഹാൻഡ് റെസ്റ്റിന്റെ ഉള്ളിൽ റിട്രാക്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് ട്രേ ഉണ്ട്. നമുക്ക് വേണ്ടപ്പോൾ മാത്രം യൂസ് ചെയ്യുകയും മടക്കി വെക്കുകയും ചെയ്യാം. സീറ്റിന്റെ അടിയിൽ കുപ്പി വെക്കാനുള്ള സ്ഥലവും ഫോൺ ചാർജ് ചെയ്യാനുള്ള പ്ലഗും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, ഈ ഒരു സീറ്റ് റിക്ലൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഇത് കണ്ട് നിങ്ങൾ ഞെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു കിടിലം സാധനം കാണിച്ചു തരാം. ഇതല്ല ഇതിന്റെ മെയിന്, വേറൊരു സാധനം മെയിന് കാണിച്ചു തരാം. ഈ സാധനം ഇങ്ങനെ 90 ഡിഗ്രി റൊട്ടേറ്റ് വെച്ചാലേ കംപ്ലീറ്റ് ഒരു വിൻഡോ മൊത്തത്തിൽ നമുക്ക് കിട്ടും. കിടിലും സാധനം കേട്ടോ, ഫുള്ള് വ്യൂ കണ്ട് ഇങ്ങനെ അങ്ങ് പോവാ. ഇതാണ് എനിക്ക് ഈ ഒരു ട്രെയിനിൽ അല്ലെങ്കിൽ ഈ ഒരു സീറ്റിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ വേറൊരു സാധനം ഉണ്ട്, വെയിലൊന്നും അടിക്കൂല, പക്ഷെ അഥവാ അടിക്കുകയാണെങ്കിൽ എങ്ങനെയും ചെയ്യാം. സെറ്റപ്പെട്ട ടോപ്പ്. വെറുതെ തിരിച്ചിട്ട് റിക്ലൈൻ ചെയ്ത് വ്യൂ കാണാൻ വേണ്ടി മാത്രമല്ല ഈ ഒരു സീറ്റ്, ഇതിന് വേറൊരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. ഏത് ട്രെയിനിൽ കയറിയാലും എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള സംഭവം ലെഗ് റൂം ആണ്. മര്യാദയ്ക്ക് ഇരിക്കാനും പറ്റില്ല, എല്ലാ തിടങ്ങാറാണ്. പക്ഷേ ഇതിലെ ലെഗ് റൂം അവിടെ കാല് ഫുള്ള് നീട്ടി വെച്ചാലും അപ്പുറത്തെ സീറ്റ് തട്ടൂല, സംഭവം പൊളിച്ച്. ഇതുകൂടാണ്ട് സീറ്റിൽ നല്ല കുഷനും പാഡിങ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചാരി കിടന്ന് നല്ലോണം ഉറങ്ങാനും പറ്റും. ഇതൊക്കെ നമ്മളിങ്ങനെ എൻജോയ് ചെയ്യുന്നതിന്റെ ഇടക്കാണ് ഈ ഒരു ട്രെയിനിലെ നെക്സ്റ്റ് പ്രത്യേകത വന്നത് ഫുഡ്. ഞാൻ സാധാരണ ഒരു 2 ചപ്പാത്തിയോ ഒരു ബുൾസൈല കഴിക്കല് ബ്രേക്ക്ഫാസ്റ്റിന്. ഇവര് വന്ദേ ഭാരതില് ഒരു ലോഡ് സാധനം കൊണ്ടുവന്നിന് എന്തെല്ലാം വിക്കി എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മളെ മുട്ട ബുജ്ജി ഉണ്ട്, കട്ട്ലേറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ, ചിക്കനാണെന്ന് വെജാണെന്ന് അറിയില്ല. ഒരു കട്ട്ലേറ്റ് ഉണ്ട്, ഈറ്റ് ബൺ ഉണ്ട്, അതിനോട് ഏതാ അമൂലിന്റെ ബട്ടർ ഉണ്ട്, ഉണ്ണിയപ്പം ഉണ്ട്, റോബസ്റ്റ് പഴമുണ്ട്, ആപ്പിൾ ജ്യൂസ് ഉണ്ട്, പിന്നെ കോഫി, പിന്നെ എന്താ ഒരു പാസ് ഉണ്ട്. പാൻ പരാക്കാണ് ഇത്, അല്ല മൗത്ത് ഫ്രഷ്നർ പാസ്. ഫുഡിന്റെ എണ്ണത്തിൽ മാത്രമല്ല അതിന്റെ ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസ് ഉണ്ടായിട്ടില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ വന്ദേ ഭാരതിലെ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞെങ്കിലും there was one more thing. ഇതാണ് ബാത്റൂം. എന്ത് സീടാ, ശരിക്കും ഫ്ലൈറ്റിലുള്ള അതേ ബാത്റൂമിന്റെ അവസ്ഥ. ക്ലീൻ ആയിട്ടുള്ള സിങ്ക്, നല്ല വൃത്തിയുള്ള ഇന്റീരിയർ, ക്ലീൻ ടോയ്ലറ്റ്, എല്ലാ സാധനം ഉണ്ട്. ഇത് സാധനം കാണിച്ചിട്ട് നിങ്ങൾക്ക് നമ്മള് കൈ കഴിഞ്ഞല്ലേ എന്താണോ മാള ഇത്. അപ്പം വേണമെന്ന് വിചാരിച്ച എല്ലാ ട്രെയിനിലും ഇങ്ങനെ വൃത്തിക്കെല്ലാം വെക്കാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ട് ഇത് വന്ദേ ഭാരതിൽ മാത്രം എല്ലാ ട്രെയിനിലും വന്നേ മനുഷ്യന് മര്യാദക്ക് മൂത്രയ്ക്കൊക്കെ പോയിരുന്നു. ഈ സീറ്റും എക്സ്ട്രാ ഫീച്ചേഴ്സും കൂടാണ്ട് വന്ദേ ഭാരതിൽ ട്രാവൽ ചെയ്യാനുള്ള കംഫർട്ട് നെക്സ്റ്റ് ലെവലായിരുന്നു. നമ്മൾ ട്രെയിനിൽ പോകുന്നോ നമ്മൾ മൂവ് ചെയ്യുന്നതെന്ന് പോലും നമുക്ക് തോന്നില്ല. 4 മണിക്കൂർ യാത്ര ചെയ്തിന് നമ്മള്, ബട്ട് അതിന്റെ ഒരു ക്ഷീണം നമുക്ക് അറിഞ്ഞിട്ടില്ല. ആൻഡ് ടു ബി ഓണസ്റ്റ് വന്ദേ ഭാരതിലെ യാത്രയ്ക്ക് ശേഷം ഞാൻ ട്രെയിൻ ജേർണി നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട്. ബട്ട് വി ഹാവ് വൺ മോർ ട്രെയിൻ സീറ്റ് ലെഫ്റ്റ് ടു എക്സ്പീരിയൻസ്. ഫൈനലി ഗൈസ്, നമ്മൾ മോസ്റ്റ് എക്സ്പെൻസീവ് ട്രെയിൻ സീറ്റിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ആൻഡ് ഇറ്റ്സ് കോൾഡ് ഫസ്റ്റ് AC. ഇന്ത്യയിലെ നോർമൽ ട്രെയിൻസിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് കാറ്റഗറിയാണ് ഈ ഒരു ഫസ്റ്റ് AC എന്ന് പറയുന്നത്. ഫസ്റ്റ് ACയിൽ നിങ്ങൾക്ക് സീറ്റിന് പകരം കിട്ടാൻ വേണ്ടി പോകുന്നത്
ഒരു റൂമാണ്. ഇന്നത്തേക്ക് ഇത് മൊത്തത്തില് നമുക്ക് മാത്രമല്ല. വാ, ഈ ഒരു കൂപ്പയിലേക്ക് കയറുമ്പം we have 2 seats with full privacy. It is literally a private room. വന്ദേ ഭാരതിനെ പോലെ പുതിയ ടെക്നോളജീസ് ഒന്നും ഇല്ലെങ്കിലും അതിലില്ലാത്ത കുറച്ച് കാര്യങ്ങള് ഫസ്റ്റ് എസിയിലുണ്ട്. അത് തന്നെ നമുക്ക് എന്തായാലും സീറ്റ് തുടങ്ങാം. കാരണം ഈ ഒരു സീറ്റിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയും പൈസ ചെലവാക്കിയത്. സാധാരണ നോർമൽ സീറ്റാണ് ഗൈസ്. പക്ഷെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോർമൽ ട്രെയിനിൽ നമ്മൾ ഇതിൽ 4-5 ആള് ചിലപ്പോൾ 6 ആള് വരെ ഇരിക്കും. ബട്ട് ഇവിടെ ഇത് നമുക്ക് ഒറ്റയ്ക്കുള്ള ഒരു സീറ്റാണ്. ഈ ഒരു സീറ്റിന്റെ കൂടെ വേറെയും കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. ലൈക്ക് ഒരു നല്ല തലയാണ. സാധാരണ ഹോട്ടലിൽ പോയാൽ പോലും ഇത്രയെല്ലാം വൃത്തിയുണ്ടോന്ന് എനിക്കറിയില്ല. നമുക്ക് മുഖം തുടക്കാനോ എന്തിനെല്ലാം ഉള്ളൊരു ടവൽ. ഇതൊരു ബെഡ്ഷീറ്റ് ആട്ടാ ഇതിന്റെ മേലെ വിരിക്കാന്. പക്ഷെ ഇതിനെല്ലാം കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ ഒരു കമ്പിളിയാണ് ഗൈസ്. നല്ല കമ്പിളി. ഈ തലയാണിയും കമ്പിളിയും എല്ലാം കൊണ്ട് സുഖമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റും നമുക്ക് ഈ ഒരു ഇതില്. അതിനിട്ടില്ല സാധാരണ നമ്മള് മേലെ കയറണമെങ്കിൽ ഏന്തി വല്ല് മറ്റേ തലയിലെല്ലാം ചവിട്ടി വേണം കയറാൻ. പക്ഷെ ഇതാ ഈ ഒരു ഫസ്റ്റ് ഏസില് നമുക്ക് സ്റ്റെപ്പ് വരെ ഒരു വെച്ചിട്ടുണ്ട്. വലിയ വൃത്തിയൊന്നുമില്ല, പക്ഷെ സ്റ്റെപ്പ് ഉണ്ടല്ലോ. മേലത്തെ സംഭവങ്ങളൂടെ കാണിച്ചതാ. എ സി ആണെങ്കിൽ എടുത്ത് പറയണ്ടല്ലോ. ഇവിടെ എ സി ഉണ്ട്, ഇവിടെ എ സി ഉണ്ട്, ഇവിടെ എ സി ഉണ്ട്. 3 എ സി ആണല്ലേ. പിന്നെ ഞാൻ ഇതുവരെ ഏടെയും കാണാത്തൊരു സംഭവം എന്താ അറിയാ, എനിക്ക് ഭയങ്കരമായിട്ട് വെറൈറ്റി ആയിട്ട് തോന്നി. ഇതെന്താന്നറിയാണ്ട് ഞാൻ വെറുതെ തട്ടി നോക്കിയതാ. നോക്കുമ്പില്ലേ ഇത് ലൈറ്റാണ് ഗൈസ്. ബുക്കെല്ലാം വായിക്കാൻ രാത്രി അഥവാ ലൈറ്റ് ഓഫ് ആക്കി സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും കാണാൻ വേണ്ടി അടിപൊളിയായിട്ടാ. നല്ല സെറ്റപ്പ്. സീറ്റിനെ ചുറ്റിപ്പറ്റി ഇത്രയൊക്കെയാണുള്ളത്. പക്ഷെ ബാക്കിയുള്ള ട്രെയിൻസിനെ അപേക്ഷിച്ച് ഈ ഒരു കമ്പാർട്ട്മെന്റില് ഒരു ചെറിയ അലമാരയും അറ്റാച്ച്ഡ് ഫുഡ് ട്രേയും പിന്നെ കുറച്ച് സ്വിച്ചസും ഉണ്ട്. പക്ഷെ ഇതിലൊരു സ്വിച്ച് ഒരു വെറൈറ്റി സ്വിച്ച് ആണ്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇതാ വേറൊരു ബെല്ലുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ബെല്ല് നോക്കിയാൽ നമുക്ക് ഫ്ലൈറ്റിലെല്ലാം അറ്റൻഡ് വരുന്ന പോലെ ഇവിടെ ആള് വരുന്നതാണ്. ഇപ്പൊ സമയം 10 മണി. നമ്മൾ അതൊരു 1 മണി 2 മണിക്ക് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒരു എഫിഷ്യൻസി ട്രൈ ചെയ്യാൻ വേണ്ടിട്ട്. ഇതെല്ലാം കണ്ടിട്ട് ഓക്കെ ഇത് കൊള്ളാലോ എന്ന് തോന്നിയെങ്കിൽ അടുത്ത എണ്ണ നിങ്ങൾ എന്തായാലും നെട്ട് ഗൈസ് മേലോട്ട് നോക്കൂ. അതെന്താ സംഭവം എന്ന് വേണ്ട ഗൈസ്. നിങ്ങൾക്ക് ഇപ്പം ബാത്റൂം പോകാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നെണീ ചാടെ പോയി അയ്യോ ആടെ ആളുടെ നിങ്ങൾക്ക് തിരിച്ചു വരണ്ട. ഇവിടെ വേക്കൻ്റ് ആണോ അല്ലയോ എന്ന് കാണിക്കാൻ പറ്റും. അതും 2 ക്ലോസറ്റ് ഉണ്ട്. അത് രണ്ടും ഡിഫറെന്റ് ആയിട്ട് വേക്കൻ്റ് ആണോ അല്ലേ കാണിക്കും. അടിപൊളിയൊന്നും അല്ലെങ്കിലും കൺവീനിയന്റ് ആയിട്ടുള്ള സംഭവമാണ് ഗൈസ്. വിക്കെല്ലാം നല്ലതായിട്ട് യൂസ് ആവും. ഇത്രയൊക്കെ ഫീച്ചേഴ്സേ ഈ ഒരു ഫസ്റ്റ് എ സിയിലുള്ളൂ. പക്ഷെ ഇതിൽ ട്രാവൽ ചെയ്യാൻ എന്ത് സുഖാന്നറിയാം. വണ്ടി അനങ്ങുന്നുണ്ട് എന്ന് പോലും നമ്മൾ അറിയില്ല. സോ അത്രയ്ക്കുള്ളൂ ഗൈസ് നമ്മളെ ഫസ്റ്റ് എ സിയിൽ. സത്യം പറഞ്ഞാൽ ഐ ആം എ ലിറ്റിൽ ബിറ്റ് ഡിസപ്പോയിന്റഡ്. ഞാൻ ലക്ഷറീസ് ആയിട്ട് എന്തെല്ലോ പ്രതീക്ഷിച്ച്. പക്ഷേ ഇത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ലക്ഷറി, ഇറ്റ്സ് അബൌട്ട് കംപ്ലീറ്റ് പ്രൈവസി ആൻഡ് കംഫർട്ടബിലിറ്റി. അത്രയ്ക്കേ ഉള്ളൂ. ഈവൻ ദോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് ഇവര് മര്യാദക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല ഗൈസ്. അവിടെ ഇവിടെയും പൊടി പിടിച്ചും തുരുമ്പ് പിടിച്ചും നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള മെയിൻ്റെനൻസ് ഈ ഒരു കമ്പാർട്ട്മെന്റിൽ നമുക്ക് കിട്ടിയില്ല ഗൈസ്. നമുക്ക് ഫസ്റ്റ് എ സിയിലെ ബാത്റൂം എങ്ങനെയുണ്ട് നോക്കാം. അടിപൊളി ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു എക്സ്പ്രഷൻ. സ്ക്വീക്കി ക്ലീൻ ആയിരിക്കണം. വന്ദേ ഭാരത് ലെവലുള്ള ബാത്റൂം ഒന്നും അല്ലെങ്കിലും സെറാമിക് സിംഗിൾ ആയിട്ട് അത്യാവശ്യം ക്ലീൻ ആയ ഒരു ബാത്റൂമാണ് ഫസ്റ്റ് എ സിയിലുള്ളത്. എല്ലാം കഴിഞ്ഞ് ഈ ഒരു ഫസ്റ്റ് എ സി നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ വി ഹാഡ് വൺ മോർ തിങ് ടു ടെസ്റ്റ്. ഇപ്പോൾ സമയം 12 കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ മാസ്റ്റർ പറഞ്ഞ പോലെ ആ ബെല്ല് ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് അടിച്ചു നോക്കാം വരുമോ ഇല്ലയോ എന്നൊക്കെ. കുറച്ച് വെള്ളം ചോദിക്കാം വിളിച്ചിട്ട്. ഒച്ചൊന്നും കേൾക്കുന്നില്ല. നമുക്ക് നോക്കാം എന്തായാലും ആരും വരുമോന്ന്. വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചോദിക്കാം. അവിടെ നമ്മൾ വെള്ളം ഒന്നും വാങ്ങിയിട്ടില്ല. വെള്ളം കിട്ടുമല്ലോ. വന്ന് വെള്ളം ഉണ്ടോ? ഓക്കെ പാൻട്രി വരണോ അല്ലേ? അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് പറയണേ. മോളിൽ വരാൻ പറഞ്ഞേ. ഓക്കെ താങ്ക് യു. അപ്പോൾ വിളിച്ചാൽ വരും കേട്ടാ. വെള്ളത്തിന് പറഞ്ഞിട്ടുണ്ട്. പാൻട്രിക്കാർഡ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാൻട്രിക്കാർ വന്നാൽ ഇവിടെ വെള്ളം കൊണ്ടുവരുന്ന പറഞ്ഞു. സംഭവമാണ് ഗൈസ് വലിയുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമ്മളെ എല്ലാ ലെവൽ ഓഫ് ട്രെയിൻ സീറ്റും ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇറ്റ്സ് ടൈം ടു ആൻസർ ദ ഫൈനൽ ക്വസ്റ്റ്യൻ. ഡിഡ് ഐ എൻജോയ് ദ ട്രെയിൻ ജേർണി? ആബ്സല്യൂട്ട്ലി യെസ് ഗൈസ്. വന്ദേ ഭാരതിൽ ആ ഒരു യാത്രയിൽ നല്ല സെറ്റപ്പ് ആയിരുന്നു. വന്ദേ ഭാരതിലാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ദിവസം എറണാകുളം പോയിട്ട് വരാം. അത്രയ്ക്ക് സൂപ്പർ ആയിരുന്നു ഗൈസ്. നിങ്ങൾക്ക് ഏത് ട്രെയിൻ സീറ്റാണ് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു വീഡിയോ നോക്കി കാണുന്നതിന് മുന്നേ നമ്മൾ ലേശം ബിഹൈൻഡ് ദ സീൻസും യൂട്യൂബിലത്തെ ചില കണ്ടന്റ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇടുന്നുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്യാം. നിങ്ങൾ ഇതൊരു ഫോളോ ചെയ്തില്ലെങ്കിൽ പോയി ഫോളോ ചെയ്യുക ഗൈസ്. വി ആർ ഓൺ ദ റോഡ് ടു 10K.